വയനാട് ചീരാലിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. നൂൽപ്പുഴ പോലീസ് സ്റ്റേഷനടുത്തുള്ള കുടുക്കിയിലാണ് കരടിയെ കണ്ടത്. പൂളക്കര പ്രദേശത്തും കരടിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, എന്തൊക്കെ കാര്യങ്ങൾ നാട്ടുകാർ അറിയിക്കുന്നുണ്ട്? ഈ മേഖലയിൽ വലിയ രീതിയിൽ തന്നെ കരടിയുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ കരടിയുടെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട്. കുടുക്കിയിൽ കൂട് സ്ഥാപിച്ചു, പക്ഷേ കരടി കൂട്ടിൽ കയറാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. പ്രത്യേകിച്ച് തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ്, അവിടെയാണ് ഈ കരടിയുടെ സാന്നിധ്യമുള്ളത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് കരടി വീണ്ടും എത്തിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും എത്തുന്നത്. നൂൽപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് കരടിയെ കണ്ടിട്ടുള്ളത്. വരിക്കേരി ഉമ്മർ അവിടെ കട നടത്തുന്ന ആളാണ്. അയാൾ അദ്ദേഹം കട പൂട്ടാൻ വേണ്ടി രാത്രി 9 മണി നേരത്ത് കട പൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് നേരെ കരടി ഓടി പാഞ്ഞു കയറുന്നൊരവസ്ഥയുണ്ടായത്. പ്രദേശത്ത് CCTV ഇല്ലാത്തതിനാൽ തന്നെ ദൃശ്യങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. പൊടുന്നനെ വന്ന് അത് തിരികെ പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെയും കരടിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ പൂളക്കര പ്രദേശത്താണ് കരടിയെ കണ്ടത് ആയി നാട്ടുകാർ പറയുന്നത്. പ്രദേശത്ത് തേൻകൂടൊക്കെ തകർത്ത ഒരവസ്ഥയുണ്ട്. കാരണം ധാരാളം തേൻ ഉൽപ്പാദന യൂണിറ്റുകളുണ്ട്. അവിടെ എല്ലാം തന്നെ പറമ്പുകളിലെ തേൻകൂടുകളൊക്കെ തകർത്ത് അത് കടന്നുപോയി അതിന്റെ കാൽപ്പാടുകളടക്കം ദൃശ്യമുണ്ട്. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കരടി അക്രമ സ്വഭാവം എന്തെങ്കിലും കാണിച്ചാൽ അത് സ്വാഭാവികമായും അവിടുത്തെ ജനജീവിതത്തെ സാരമായി ബാധിക്കും. ആളുകളെല്ലാം തന്നെ പുറത്തിറങ്ങാൻ പോലും ഭയക്കുന്നൊരവസ്ഥയുണ്ട്. ഈ മേഖലയിൽ പുലിസ് ശല്യവും തുടർച്ചയാണ്. അനുജ, അതെ, പുലിസ് ശല്യത്തിനൊപ്പം തന്നെയാണ് വയനാട് ചീരാലിൽ കരടിയുടെ സാന്നിധ്യം കൂടിയുള്ളത്. നാട്ടുകാർ ആശങ്കയിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.